ഹരി ഓം. ശ്രീമന്നാരായണീയം ദശകം 1 ശ്ലോകം 2. ഏവം ദുർലഭ്യവസ്തുന്യഭിസുലഭതയാ ഹസ്തലം ദേയധന്യം തന്വാ വാചാധിയാ വാ ഭജതി ബദജന ക്ഷുദ്രതൈവ സ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരതര മനസാ വിശ്വപീഡാവഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേ ആശ്രയാമ. ശ്രീഹരേ നമ. ഭാവാർത്ഥം: ദുർലഭ്യവസ്തുന്യപി, ദുർലഭമായ ഒരു വസ്തു ആണെങ്കിലും, ഏവം സുലഭതയാ ഹസ്തലബ്ധേ, ഇങ്ങനെ സുലഭമായിട്ട് കയ്യിൽ കിട്ടിയിരിക്കെ, ജന അന്യ തന്വാ വാച, ആളുകൾ വേറെ വല്ലതിനെയും ശരീരം കൊണ്ടോ, ധിയാവാബദ ഭജതി യം, വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ കഷ്ടമേ ആശ്രയിക്കുന്നു എന്നത് സ്ഫുട ക്ഷുദ്രത ഏവ, നിസ്പഷ്ടമായ കുളരുതായ്മ തന്നെ ആകുന്നു. ഏതേ വയം ദുതാവൻ, ഈ നാമമാകട്ടെ ഇപ്പോൾ സ്ഥിരതര മനസാ, മനസ്ഥൈര്യത്തോടെ, വിശ്വപീഡാവഹത്തെ, സമസ്ത പീഡകളുടെയും അറുതിക്കായി, നിശേഷാത്മാനം ഏനം ഗുരു പവനപുരാധീശം ഏവ ആശ്രയാമ, സർവാത്മാവായ ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചു കൊള്ളുന്നു. ഒട്ടും തന്നെ പ്രയാസമില്ലാത്തതും എന്നാൽ ഈ സംസാരാബ്ധി കടക്കാൻ ഉള്ള ഒരു തോണിയായിരിക്കുന്നതുമായ ശ്രീമദ് ഭഗവാന്റെ ആ പാതാരബിന്ദത്തെ ആശ്രയിച്ചാൽ മനുഷ്യർക്ക് മറ്റൊന്നും തന്നെ മറ്റാരെയും ആശ്രയിക്കേണ്ടി വരുന്നില്ല. ഭഗവാന്റെ ആ കരുണാ കടാക്ഷത്തിന് പാത്രീഭൂതരാകുവാൻ വേണ്ടി അദ്ദേഹത്തെ ആശ്രയിക്കുക, ഭക്തിയോടെ ഭജിക്കുക. ഈ കലികാലത്തിലെ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ നാം വിജയിക്കുന്നുള്ളൂ. എല്ലാ പുരുഷാർത്ഥങ്ങളും ആ ഭക്തി, മനസ്സിലെ ഭക്തി കൊണ്ട് സാധ്യമാവുന്നതാണ്. അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുക. സർവം അവിടുത്തെ പാദത്തിൽ സമർപ്പിച്ചു, നമ്മുടെ സർവകർമ്മങ്ങളും അവിടുത്തെ പാദത്തിൽ സമർപ്പിച്ച് ചെയ്താൽ ആ ഭഗവാൻ തന്നെ ആ ഭക്തൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊള്ളും. ഭഗവാന്റെ കാരുണ്യം അത്ര അധികം ആശ്രിത വത്സലനാണ് ഭഗവാൻ. ഇത്രയേറെ മാഹാത്മ്യമുള്ളതും ദുർലഭവുമായ ബ്രഹ്മതത്വം സുലഭമായി കരഗതമാകാനുള്ള സാധ്യത ഉണ്ടായിട്ടും ജനങ്ങൾ ശരീരം, വാക്ക്, മനസ്സ് എന്നിവയാൽ അന്യദേവന്മാരെ സേവിക്കുന്നത് എന്നത് കഷ്ടം തന്നെയാണ്. ഇത് വ്യക്തമായ ക്ഷുദ്ര മനോഭാവമാണ്. പക്ഷേ ഭക്തരായ ഞങ്ങൾ ഉറച്ച മനസ്സോടുകൂടി പ്രാപഞ്ചിക ദുഃഖ വിനാശനത്തിന് വേണ്ടി സർവജീവാത്മാക്കളുടെയും നായകനും പരബ്രഹ്മമൂർത്തിയുമായി ഗുരുവായൂർനാഥനെ തന്നെ ആശ്രയിക്കുന്നു. ആ സർവേശ്വരൻ്റെ പൊന്നുപാദങ്ങളിൽ നാം അഭയം കണ്ടെത്തിയാൽ, സർവം സമർപ്പിച്ച് ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.